പഞ്ഞവുമില്ലാത്ത ലോകമാണിത്. മണിസേൻ മുതൽ വിജയ് മല്യയെ പോലുള്ള വമ്പന്മാർ നടത്തുന്ന തട്ടിപ്പ് വരെ അക്കൂട്ടത്തിലുണ്ട്. ഇപ്പോഴത്തെ പുതിയൊരു തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതും അങ്ങ് റഷ്യയിൽ നിന്ന്. യുക്രൈനുമായുള്ള യുദ്ധം മുതലാക്കിയാണ് ഈ തട്ടിപ്പ്. സാധാരണഗതിയിൽ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ കുടുംബത്തിന് റഷ്യൻ സർക്കാർ വലിയൊരു തുക നഷ്ടപരിഹാരം നൽകാറുണ്ട്. ആ തുക തട്ടിയെടുക്കാൻ വേണ്ടി സൈനികരെ പ്രേമം നടിച്ച് വിവാഹം കഴിക്കുന്ന ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ബ്ലാക്ക് വിഡോ എന്നാണ് മാധ്യമങ്ങൾ ഇവർക്ക് നൽകിയിരിക്കുന്ന പേര്. എന്താണ് ഈ തട്ടിപ്പ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ലഭിക്കുന്ന നഷ്ടപരിഹാരം തട്ടിയെടുക്കാൻ യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന സൈനികരെ പ്രേമം നടിച്ച് വിവാഹം കഴിക്കുന്ന തട്ടിപ്പാണ് ഇപ്പോൾ റഷ്യയിലെ ചർച്ചാ വിഷയം. ബ്ലാക്ക് വിഡോ തട്ടിപ്പെന്നാണ് ഇത് അറിയപ്പെടുന്നത്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന റഷ്യൻ സൈനികരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ഭീമമായ നഷ്ടപരിഹാര തുകയെ ചുറ്റിപ്പറ്റിയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ഒരു റഷ്യൻ സൈനികൻ യുദ്ധത്തിൽ മരിക്കുമ്പോൾ ആ സൈനികന്റെ നിയമപരമായുള്ള അടുത്ത ബന്ധുക്കൾക്ക് റഷ്യൻ സർക്കാർ 60 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം നൽകുക. കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ പണം. എന്നാൽ തട്ടിപ്പ് സംഘങ്ങൾ ഇതിനെയും ഒരു അവസരമായി കണ്ട് മുതലെടുക്കുകയാണ്. 2022 റഷ്യ യുക്രൈനിൽ ആരംഭിച്ച അധിനിവേശത്തിന് പിന്നാലെ റഷ്യൻ സർക്കാർ സൈനികർക്കിടയിൽ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. റഷ്യയിലെ ജനസംഖ്യയിൽ ഇടിവുണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഈ നീക്കം. അതിനായി വിവാഹം കഴിക്കുന്നതിനുള്ള പ്രക്രിയ അടക്കം സർക്കാർ എളുപ്പമാക്കി നൽകുകയും കൂട്ടവിവാഹങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തട്ടിപ്പ് സംഘങ്ങൾ അവസരമാക്കി മാറ്റിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുന്നവരെയും സാരമായി പരിക്കേറ്റ് തിരിച്ചെത്തുന്നവരെയുമാണ് തട്ടിപ്പ് സംഘങ്ങൾ ലക്ഷ്യമിടുന്നത്. പലരെയും പ്രേമം നടിച്ച് വിവാഹത്തിലേക്ക് എത്തിക്കുന്നു. ചിലപ്പോൾ യുദ്ധത്തിനായി പുറപ്പെടുന്നതിന് തൊട്ടു മുൻപൊക്കെ ആയിരിക്കും വിവാഹം നടന്നിട്ടുണ്ടാവുക. കുടുംബത്തിലുള്ള ആർക്കും വിവരം പോലും ഉണ്ടാകില്ല. അങ്ങനെ പോകുന്ന സൈനികർ നിർഭാഗ്യവശാൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ഈ സംഘം സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി നിയമപരമായ നഷ്ടപരിഹാര തുക തട്ടിയെടുക്കും. അടുത്ത ബന്ധുക്കളില്ലാത്ത പുരുഷന്മാരെയാണ് ഈ സംഘങ്ങൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ബന്ധുക്കളില്ലാത്തവരെ കണ്ടെത്താൻ തട്ടിപ്പുകാർക്ക് സേനയിലുള്ളവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്. ഇത്തരത്തിൽ തെരഞ്ഞെടുക്കുന്ന സൈനികരെ സേനയിലുള്ളവരുടെ സഹായത്തോടെ മരണസാധ്യത കൂടുതലുള്ള മേഖലകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുവെന്നും ആരോപണങ്ങളുണ്ട്. സംഗതി ശരിയാണെങ്കിൽ വലിയൊരു വ്യവസ്ഥാപിതമായ കുറ്റകൃത്യമാണ് റഷ്യയിൽ അരങ്ങേറുന്നത്. സൈനിക ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ പോലും തട്ടിപ്പ് സംഘങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. തന്റെ പരിചരണത്തിലായിരുന്ന 5 പരിക്കേറ്റ സൈനികരെ കല്യാണം കഴിച്ച ഒരു നഴ്സിനെ കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു. ആ സൈനികരാകട്ടെ പരിക്ക് മൂലം മരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് റഷ്യൻ സർക്കാരിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും കൂടുതൽ സംരക്ഷണം നൽകണമെന്ന് നിയമനിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നു. ദുഃഖിതരായ ബന്ധുക്കളെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള സൈനിക നഷ്ടപരിഹാരം സംഘടിത തട്ടിപ്പിനുള്ള ഒരു ലക്ഷ്യമായി മാറുകയാണെന്നും വാദിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ വിശാലമായ ഒരു യാഥാർത്ഥ്യത്തെയും ഈ വിവാദം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മരണങ്ങൾ വർദ്ധിക്കുകയും നഷ്ടപരിഹാര തുകകൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനും കൃത്യമായ നിയമനിർമ്മാണം ഉണ്ടാകണമെന്നാണ് വിമർശകർ പറയുന്നത്. മരിച്ച സൈനികരുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഫണ്ടിൽ നിന്ന് ലാഭം നേടാൻ ശ്രമിക്കുന്നവരെ എത്രയും വേഗം തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്.